ഓഹരി വിപണിയിൽ വൻ ഇടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഉയർന്നു. സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ. രൂപയുടെ മൂല്യം താഴ്ന്നു. സമ്പദ്വ്യവസ്ഥയിൽ മന്ദഗതി സൂചന. ആഗോള വിപണികളിലും സമ്മർദ്ദം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. വാർത്തകൾ വിശദമായി. ഓഹരി വിപണിയിൽ വൻ ഇടിവ്. ഇന്ന് BSE സെൻസെക്സ് 1635 പോയിന്റുകൾ താഴ്ന്ന് 71,947 പോയിന്റുകളിലെത്തി. നിഫ്റ്റി 500 88 പോയിന്റുകൾ കുറഞ്ഞ് 22,331-ലായി. US ഇറാൻ യുദ്ധവും എണ്ണവില ഉയർച്ചയും കാരണം വിപണി ഇടിഞ്ഞു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഉയർന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനാൽ ബ്രന്റ് ക്രൂഡ് വില $116 അടുത്തെത്തി. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് വർദ്ധിപ്പിക്കാനും പണപ്പെരുപ്പം ഉയർത്താനും സാധ്യതയുണ്ട്. സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിത ആസ്തിയായ സ്വർണത്തിന്റെ വില ഏറ്റക്കുറച്ചിലുകൾ കാണിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ ദുർബലതയും എണ്ണവിലയിലെ മാറ്റങ്ങളും സ്വാധീനിച്ചു. രൂപയുടെ മൂല്യം താഴ്ന്നു. ഡോളറിനെതിരെ രൂപ 195 പോയിന്റിന് അടുത്തുള്ള റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി. എണ്ണവില ഉയർച്ചയും വിദേശ നിക്ഷേപകരുടെ പുറത്തുകടത്തലും ഇതിന് കാരണമായി. സമ്പദ്വ്യവസ്ഥയിൽ മന്ദഗതി സൂചന. മാർച്ച് മാസത്തിലെ പ്രാഥമിക സാമ്പത്തിക ഡാറ്റകൾ സമ്പദ്വ്യവസ്ഥയിലെ മന്ദഗതി കാണിക്കുന്നതായി ധനമന്ത്രാലയം പറഞ്ഞു. പശ്ചിമേഷ്യ സംഘർഷം ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കുന്നു. ആഗോള വിപണികളിലും സമ്മർദ്ദം. US, യൂറോപ്യൻ, ഏഷ്യൻ വിപണികൾ യുദ്ധഭീതിയും എണ്ണവിലയും മൂലം ഇടിവ് നേരിട്ടു. ക്രിപ്റ്റോ കറൻസി വിപണിയിലും ഏറ്റക്കുറച്ചിലുകൾ. മറ്റു പ്രധാന വാർത്തകൾ. PNG ലഭ്യമായ പ്രദേശങ്ങളിൽ LPG ഉപയോഗക്കാർ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറണമെന്ന് നിർദ്ദേശം. മാറാത്തവരുടെ LPG വിതരണം നിർത്തിവെക്കാൻ സാധ്യത. റിലയൻസ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെയുള്ള ചില ഓഹരികൾ ഇടിവ് നേരിട്ടു. IT, ബാങ്കിംഗ്, റിയൽറ്റി മേഖലകളിൽ വ്യാപകമായ വിൽപ്പന. ഇന്ന് മഹാവീർ ജയന്തി അവധിയായതിനാൽ ഓഹരി വിപണി ഉണ്ടായിരിക്കില്ല. യുദ്ധസാഹചര്യവും എണ്ണവിലയും തുടരുന്നത് വിപണിയുടെ ദിശ നിർണ്ണയിക്കും. ഹെഡ്ലൈൻസ്. ഓഹരി വിപണിയിൽ വൻ ഇടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഉയർന്നു. സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ. രൂപയുടെ മൂല്യം താഴ്ന്നു. സമ്പദ്വ്യവസ്ഥയിൽ മന്ദഗതി സൂചന. ആഗോള വിപണികളിലും സമ്മർദ്ദം. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.